സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നലെ കേരള PSC ബൈൻഡർ എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. ഈ ഒരു പരീക്ഷയിൽ ആദ്യത്തെ 20 ചോദ്യങ്ങൾ GK സെക്ഷനിൽ നിന്നുമുള്ളതാണ്. അപ്പോൾ നാളെ പരീക്ഷയുള്ളവർ ഈ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നോക്കിയിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. ആദ്യത്തെ ചോദ്യം, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏത്? വിപ്ലവങ്ങളുടെ മാതാവ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. 1857 കലാപത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. കലാപ സമയത്ത് മുഗൾ ചക്രവർത്തി ഔറംഗസേബായിരുന്നു. കലാപത്തിൽ ഗ്രാമീണരെ സംഘടിപ്പിക്കുന്നതിൽ ഷാമാൽ പ്രധാന പങ്ക് വഹിച്ചു. ഛോട്ടാ നാഗ്പൂരിലെ സിംഗ് ഭൂമിയിലെ ഗോത്രവർഗക്കാരുടെ കലാപത്തിന് ഗോനു നേതൃത്വം നൽകി. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നിവ ശരിയാണ്. 1857 കലാപത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. എവിടെയാണ്? ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ശരിയാണ്. കലാപത്തിൽ ഗ്രാമീണരെ സംഘടിപ്പിക്കുന്നതിൽ ഷാമാൽ പ്രധാന പങ്ക് വഹിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. ഛോട്ടാ നാഗ്പൂരിലെ സിംഗ് ഭൂമിയിലെ ഗോത്രവർഗക്കാരുടെ കലാപത്തിന് ഗോനു നേതൃത്വം നൽകിയവരാണ്. ഗോനു. ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന കലാപ സമയത്ത് മുഗൾ ചക്രവർത്തി ഔറംഗസേബായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? തെറ്റാണ്. കലാപ സമയത്ത് മുഗൾ ചക്രവർത്തി ആയിരുന്നത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. കലാപ സമയത്ത് മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ചുവടെ ചേർത്ത പ്രസ്താവനകളിൽ ശരിയേതാണ്? ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകമായത് പ്രാഥമിക തരംഗങ്ങളാണ്. ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായമായത് ദ്വിതീയ തരംഗങ്ങൾ. ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായമായത് പ്രതല തരംഗങ്ങൾ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരി ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ്. ഭൂമിയുടെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകമായത് ദ്വിതീയ തരംഗങ്ങളാണ്. ദ്വിതീയ തരംഗങ്ങൾ. ഇന്ത്യയുടെ വിവിധ ഭൂപ്രദേശങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യയുടെ ഉത്തരപർവ്വതം ഒരു നിമഞ്ജന മേഖലയാണ്. ഇന്ത്യയുടെ ഉത്തര മഹാസമുദ്രം ഒരു വ്യാപന മേഖലയാണ്. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി ഒരു ഫലകാതിരു മേഖലയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ്. ഇന്ത്യയുടെ ഉത്തരപർവ്വതം ഒരു നിമഞ്ജന മേഖലയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശരി. ഇന്ത്യയുടെ ഉത്തരപർവ്വതം ഒരു നിമഞ്ജന മേഖലയാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപകൽപ്പന മഹാലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധം 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു. പൊതുമേഖലാ വ്യവസായശാലകളുടെ വളർച്ചയ്ക്കാണ് 2ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വ്യാവസായിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപകൽപ്പന മഹാലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ രൂപകൽപ്പന ഏത് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്? മഹാലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇനി പൊതുമേഖല വ്യവസായശാലകളുടെ വളർച്ചയ്ക്കാണ് 2ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, 1991 നവ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഉത്തരം ഏത്?
തന്നിരിക്കുന്നത് 2 പ്രസ്താവനകളാണ്. പ്രസ്താവന 1 പറഞ്ഞിരിക്കുന്നു 1991 ഇന്ത്യ ഗുരുതരമായ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പ്രസ്താവന 2 പറഞ്ഞിരിക്കുന്നു ഈ കാലയളവിൽ രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് കയറ്റുമതി വരുമാനത്തേക്കാൾ കൂടുതൽ ആയിരുന്നു. 1991 നവ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവനകൾ 1ഉം 2ഉം എന്താണ്? ശരിയാണ്. 1991 ഇന്ത്യ ഗുരുതരമായ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ടിരുന്നു. അതുപോലെ ഈ കാലയളവിലെ രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് കയറ്റുമതി വരുമാനത്തേക്കാൾ കൂടുതലായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 42ാമത്തെ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത്. പൗരന്മാർക്കുള്ള 10 അടിസ്ഥാന കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തി. സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്തുമാറ്റി. ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. ഉത്തരം ഓപ്ഷൻ സി ആണ്. 42ാമത്തെ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം സി. സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എടുത്തു മാറ്റിയത് എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? 44ാമത്തെ ഭേദഗതി വഴിയാണ്. 1978 44ാമത്തെ ഭേദഗതി വഴിയാണ് സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എടുത്തു മാറ്റിയത്. 1978 44ാം ഭേദഗതി വഴിയാണ് സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എടുത്തു മാറ്റിയത്. അപ്പോൾ 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കൂടി നോക്കി വെക്കുക. പൗരന്മാർക്കുള്ള 10 അടിസ്ഥാന കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 42ാമത്തെ ഭേദഗതി പ്രകാരം പൗരന്മാർക്കുള്ള 10 അടിസ്ഥാന കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. നിലവിൽ ഇപ്പോൾ ഭരണഘടനയിലെ എത്ര മൗലിക കടമകളാണുള്ളത്? 11 മൗലിക കടമകളാണുള്ളത്. 6 മൗലിക അവകാശങ്ങൾ, 11 മൗലിക കടമകൾ. അപ്പം മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത സമയത്ത് എത്ര എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്? 10 എണ്ണമാണ്. നിലവിൽ ഇപ്പോൾ 11 എണ്ണമാണ്. ഇനി ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായിട്ട് ഉയർത്തി. 42ാമത്തെ ഭേദഗതി പ്രകാരം ലോകസഭയുടെ കാലാവധി 5 വർഷമായിരുന്നതിൽ നിന്ന് 6 വർഷമായിട്ട് ഉയർത്തി. ഇത് പിന്നീട് 44ാമത്തെ ഭേദഗതിയിലൂടെ വീണ്ടും 5 വർഷമാക്കി കുറച്ചിരുന്നു എന്നതും കൂടി നോട്ട് ചെയ്യുക. അപ്പം 6 വർഷത്തിൽ നിന്നും 5 വർഷമായിട്ട് കുറച്ച ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 44ാമത്തെ ഭേദഗതിയാണ്. 5 വർഷത്തിൽ നിന്നും 6 വർഷമായിട്ട് ഉയർത്തിയത് 42ാം ഭേദഗതി. 6 വർഷത്തിൽ നിന്നും 5 വർഷമായിട്ട് തിരിച്ച് കുറച്ചത് എത്രാമത്തെ ഭേദഗതിയാണ്? 44ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഇനി ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിൽ നിന്നും പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആക്കി മാറ്റിയത് 42ാമത്തെ ഭേദഗതി പ്രകാരമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ടത് ഏത്? ആർട്ടിക്കിൾ 21 ഓപ്ഷൻ ബി ആണ്. അന്തസ്സോടെയുള്ള ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അന്തസ്സോടെയുള്ള ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21. 1957 കേരളത്തിൽ അധികാരമേറ്റ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയാണ്. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. 1957 കേരളത്തിൽ അധികാരമേറ്റ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ്. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റു. വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തു. ഈ 2 പ്രസ്താവനകൾ ശരിയാണ്. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്ത്? 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ കേരള നിയമസഭകളേവ?
5 വർഷ കാലാവധി പൂർത്തിയാക്കിയത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 7ാം കേരള നിയമസഭയും 9ാം കേരള നിയമസഭയും 5 വർഷ കാലാവധി പൂർത്തിയാക്കി. 7ാം 9ാം. അടുത്തത്, മനുഷ്യന്റെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു പ്രധാന ധാതുവും അതിന്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നവും ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്നും ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പൊട്ടാസ്യം പേശിവലിവ്. പൊട്ടാസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് പേശിവലിവ്. പേശിവലിവ് എന്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നമാണ്? പൊട്ടാസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നമാണ് എന്ത്? പേശിവലിവ്. അടുത്ത ചോദ്യം, ആഗോളതാപനം ഗ്ലോബൽ വാർമിംഗ് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന നടപടി എന്ന നിലയിൽ കേരളം ലക്ഷ്യമിടുന്ന പ്രധാന പരിസ്ഥിതി നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണ്? ആഗോള വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന നടപടി എന്ന നിലയിൽ കേരളം ലക്ഷ്യമിടുന്ന പ്രധാന പരിസ്ഥിതി നേട്ടം. ഓപ്ഷൻ എ, സംസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ ആക്കുക. സംസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ ആക്കുക. 2025 ഫിസിക്സ് നോബൽ സമ്മാനം ലഭിച്ചത്. ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനാണ്? മൈക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണ് എന്ന് കണ്ടെത്തിയതിന്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാക്രോസ്കോപ്പിക്, മൈക്രോ അല്ല, മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണ് എന്നത് കണ്ടെത്തിയതിനാണ് പുരസ്കാരം, നോബൽ സമ്മാനം ലഭിച്ചത്. മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണെന്ന് കണ്ടെത്തിയതിന്. എന്തിനാണ് ഫിസിക്സിന് നോബൽ സമ്മാനം ലഭിച്ചത്? ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറേറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നീ 3 ശാസ്ത്രജ്ഞന്മാർക്കാണ് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോറേറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് മിറർ 18 സെന്റിമീറ്റർ മുന്നിലായി ഒരു വസ്തു വെച്ചിരിക്കുന്നു. ഒരു കോൺകേവ് മിററിന്റെ 18 സെന്റിമീറ്റർ മുന്നിലായിട്ട് ഒരു വസ്തു വെച്ചിരിക്കുന്നു. മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെന്റിമീറ്റർ ആണെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്വഭാവം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3, 4 എന്നിവ. ചെറുത്, യഥാർത്ഥമായത്, തലതിരിഞ്ഞത്. മിററിൽ നിന്നും 9 സെന്റിമീറ്റർ ദൂരത്തിൽ വസ്തുവിന്റെ അതേ വശത്ത് ഉണ്ടാകുന്നു. അക്കോറീജിയ തയ്യാറാക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഹാലജൻ ആസിഡ് ഏതാണ്? അക്കോറീജിയ. ഓപ്ഷൻ സി HCl ആണ്. അക്കോറീജിയ തയ്യാറാക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഹാലജൻ ആസിഡ് HCl. ഭാവിയുടെ ലോഹമായ ടൈറ്റാനിയത്തിന്റെ അറ്റോമിക നമ്പർ. ഭാവിയുടെ ലോഹമായ ടൈറ്റാനിയത്തിന്റെ അറ്റോമിക നമ്പർ 22. ടൈറ്റാനിയത്തിന്റെ അറ്റോമിക നമ്പർ 22. താഴെ കൊടുത്തവയിൽ നിന്നും കേരളീയ നാടോടി ദൃശ്യകലകൾ മാത്രം ഉൾപ്പെടുന്ന ഗണങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 4ഉം ശരിയാണ്. 1 മുടിയേറ്റ്, പടയണി, തെയ്യം, കക്കാരശ്ശി നാടകം. മുടിയേറ്റ്, പടയണി, തെയ്യം, കക്കാരശ്ശി നാടകം. 4ാമത്തേതില് തെയ്യം, മുടിയേറ്റ്, ഒപ്പന, കണ്യാർക്കളി. തെയ്യം, മുടിയേറ്റ്, ഒപ്പന, കണ്യാർക്കളി. താഴെ കൊടുത്ത കവിത, കഥ, നോവൽ, നാടകം എന്നീ സാഹിത്യ വിഭാഗങ്ങളിലെ കൃതികളിൽ നിന്നും ശരിയായ ഗണങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3, 4 ശരിയാണ്. 3ഉം 4ഉം ശരിയാണ്. മഞ്ഞ്, മരണ സർട്ടിഫിക്കറ്റ്, ഖസാക്കിന്റെ ഇതിഹാസം, ഇനി ഞാൻ ഉറങ്ങട്ടെ. 4ാമത്തെ പ്രസ്താവനയിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പാട്ടബാക്കി, അശ്വമേധം, സാകേതം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്? ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് മോണിറ്ററാണ്. താഴെ പറയുന്നതിൽ ഏതാണ് സെർച്ച് എഞ്ചിൻ? സെർച്ച് എഞ്ചിൻ ഗൂഗിൾ ആണ്. സെർച്ച് എഞ്ചിൻ ഗൂഗിൾ. 20 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി വരുന്നത് ബൈൻഡർ എന്ന തസ്തികയിലേക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം നാളെ പരീക്ഷയുള്ളവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.